നമസ്കാരം. ഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. മഹാഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഭാഗ്യം കിട്ടുമെന്നാണ് ഞങ്ങൾ തള്ളി മറിക്കുന്നത്. ഈ സ്വയം പുകഴ്ത്തുന്നത് മോശമാണെന്ന് എനിക്കറിയാം, മര്യാദകളാണ്. പക്ഷേ ഞാൻ പറയാതെ നിങ്ങൾ ഇതൊക്കെ എങ്ങനെ അറിയാനാണ്? ഒരു പരീക്ഷണത്തിന് വേണ്ടി ഒരു 2 മാസം ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഭാഗ്യം ഘോഷയാത്രയായിട്ട് വരുമെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നു. ഒന്ന് ചെയ്തു നോക്കുക. പണം മാത്രമല്ല ഭാഗ്യം. ഓക്കെ, ഭാഗ്യത്തിന് ഒരുപാട് രൂപങ്ങളുണ്ട്. ഓക്കെ, അതിലൊന്നെങ്കിലും നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല, സ്പെഷ്യലായിട്ട്. ഓക്കെ, ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻ്റ് എന്താണ്, ഏറ്റവും നല്ല സമ്പാദ്യം എന്താണ്. ചിലർ പറയും, ഒരു വീടും സ്ഥലവും കൂടെ വാങ്ങിച്ചിടുക, റിയൽ എസ്റ്റേറ്റ്. സംഭവം ശരിയാ, വീടിൻ്റെ വാടക കിട്ടും, പിന്നെ ഭൂമിയിൽ നിന്ന് ചിലപ്പോൾ കൃഷി വഴിയും എന്തെങ്കിലും ആദായം കിട്ടും. അത് മാത്രമല്ല, ഇതിൻ്റെ രണ്ടിൻ്റെയും വില കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ്. പക്ഷെ അതിനേക്കാട്ടിലും മൂല്യമുള്ള ഘനഗംഭീരമായ സമ്പാദ്യം, ഇൻവെസ്റ്റ്മെൻറ്റ് വേറെയുണ്ട്. സ്വർണം മേടിച്ച് വെക്കുന്നതാണോ? അറിയാമല്ലോ, സ്വർണ്ണത്തിന് ഒരു രക്ഷയില്ല. ഞാനൊക്കെ കല്യാണം കഴിക്കുന്ന കാലത്ത്, അതായത് 92 1992 അന്ന് 1 ഗ്രാമിന് കഷ്ടിച്ച് 350 ഒക്കെ ഉള്ളായിരുന്നു, 1 ഗ്രാമിന്. ഇപ്പോൾ അറിയാലോ, വില 15,000 കടന്ന് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ സ്വർണ്ണം വാങ്ങിച്ചു വെക്കുന്നതാണോ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ്, സമ്പാദ്യം? അതിനേക്കാൾ മൂല്യമുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നതാണോ? 8%-നും 12%-നും ഇടയിൽ പലിശ കിട്ടും ഒരു മാസം, ഒരു വർഷം. ഓക്കെ, ആനുവലി. ഓക്കെ, കിട്ടും. അത് പ്രൈവറ്റ് ബാങ്ക് ആകുമ്പോൾ വലിയ സുരക്ഷിതത്വമൊന്നുമില്ല. നാഷണലൈസ്ഡ് ബാങ്ക് ആണെങ്കിൽ സുരക്ഷിതത്വം ഉണ്ടെന്ന് പറയപ്പെടുന്നു. പിന്നെ ഇപ്പോൾ റിസർവ് ബാങ്ക് പുതിയൊരു എന്തോ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് ഭയങ്കര സെക്യൂരിറ്റി ഉള്ളതാണ്. അത് പല തരത്തിൽ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. അത് ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. ഇന്നലെ ഞാൻ കണ്ട അതിൻ്റെ ഒരു ന്യൂസ് കണ്ടത്. പിന്നെയുണ്ട് ഓഹരി വിപണി. ഓക്കെ, ഇപ്പോൾ ഞാനൊക്കെ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയത് 2005-ലാണ്. അത് 2004 ആണ് ഞാൻ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയത്. ആദ്യം തുടക്കത്തിൽ മ്യൂച്വൽ ഫണ്ട് 92-ലോ മറ്റോ ഒക്കെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും ക്ലച്ച് പിടിച്ചില്ല. ഓക്കെ, പിന്നെ ഷെയർ ട്രേഡിങ് ആരംഭിച്ച് ഭയങ്കര സംഭവം. ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് നേടി. സ്വാഭാവികമായിട്ടും ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തു. നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ എല്ലാം പൊളിഞ്ഞ് താഴെ വീണു. എങ്കിലും പൊതുവേ ഷെയർ മാർക്കറ്റിൽ ഈ ഇപ്പോൾ ഡെയിലി ട്രേഡ് അത് ഭയങ്കര ചൂതുകളി തന്നെയാണത്. അതൊന്നും നമുക്ക് ഇപ്പോൾ നമുക്ക് സാധാരണക്കാരനെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന നഷ്ടവും ലാഭവും അല്ല അതിന് വരുന്നത്. ഓക്കെ, എനിക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് 36,000 രൂപ കിട്ടിയിട്ടുമുണ്ട്, 8,000 രൂപ ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. ഓക്കെ, അതൊക്കെ പണ്ടത്തെ കാലം. ഇപ്പോൾ ചെയ്യുന്നത് മര്യാദയ്ക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒന്നുമില്ലെങ്കിലും കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല, നമ്മുടെ സ്വന്തം ക്യാഷിനിട്ട് കളിക്കാം. ലോൺ എടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ സ്റ്റോക്ക് ബ്രോക്കർമാർ തന്നെ 1 ലക്ഷം കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 10 ലക്ഷം വരെ ഒരു ദിവസം ഷെയർ മാർക്കറ്റിൽ ഷെയർ വാങ്ങാം അല്ലെങ്കിൽ വിൽക്കാം എന്നൊക്കെയുള്ള
പ്രോമിസുകൾ ഓരോ സ്റ്റോക്ക് ബ്രോക്കർമാരും ഓരോ രീതിയിലാണ്. ഞാനെല്ലാം ചെയ്തിട്ടുള്ള, എല്ലാം കടന്നു വന്ന ഒരു മനുഷ്യനാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം ചെയ്യുന്നത് മര്യാദയ്ക്ക് സ്വന്തം കാശിന് കൊണ്ടിടുക, 3 മാസം കൂടുമ്പോൾ ഡിവിഡൻഡ് കിട്ടും, അത് മതി എന്നാണ്. പിന്നെ ചില വെച്ച് താങ്ങി കയറിയവരുണ്ട്. പണ്ട് ഞാൻ ബിസിനസ്സൊക്കെ തുടങ്ങിയ കാലത്ത് 1992 1,00,000 രൂപ നമ്മുടെ ഇൻഫോസിസ് തുടങ്ങിയ കാലത്ത് അവരൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ സ്ഥാപക നേതാക്കളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവർ ബ്ലേഡിൽ നിന്നൊക്കെ കടമെടുത്ത് ചെയ്ത കാലമുണ്ട്. ഇപ്പോൾ അറിയാമല്ലോ അതിൻ്റെ വില എന്തുവാന്ന്. 1,00,000 ഇൻവെസ്റ്റ് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ ഇപ്പോൾ കോടികൾ, ശതകോടികൾ മൂല്യമുണ്ട് അതിനൊക്കെ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണോ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ്? പിന്നെ ഉണ്ട് ഒരു 10,000 ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്. ഇതിനെയൊക്കെ കാട്ടിലും മൂല്യമുള്ളൊരു സംഭവമുണ്ട്. ഞാൻ 64 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ്. പണമോ സ്വർണമോ ഓഹരിയോ വീടോ വസ്തുവോ ഇതൊന്നുമല്ല. പുണ്യം സമ്പാദിക്കുക, പുണ്യം സമ്പാദിക്കുക, പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിച്ച് പുണ്യം സമ്പാദിക്കുക. അതിൻ്റെ പല രൂപങ്ങളുണ്ട്. ഇപ്പം ബാങ്കിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് തന്നെ പല രൂപങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ പുണ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അതായത് ദാനധർമാദികൾ, അതുപോലെ തന്നെ മന്ത്രജപങ്ങൾ, ജപശക്തി നേടുക. ഓം നമോ നാരായണായ അങ്ങ് ടോപ്പിലെ മന്ത്രമാണ്, ഏറ്റവും ഒടുവിലത്തെ മന്ത്രമാണ് ഓം നമോ നാരായണായ. ഇവിടെ തൊട്ട ഏറ്റവും ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഓം ഗംഗണപതേ നമഃ. എത്ര വേണമെങ്കിലും ചൊല്ലാം. ഓം നമ ശിവായ. എനിക്ക് തോന്നിയിട്ടുണ്ട് ഓം നമ ശിവായ ആണ് ഏറ്റവും അതിശക്തമായ, ഘനഗംഭീരമായ, മൂല്യമുള്ള, ശക്തിയുള്ള മന്ത്രം. ഓം നമ ശിവായ ആണ് എന്നാണ് എൻ്റെ വിശ്വാസം, ഒരുപക്ഷെ എൻ്റെ അനുഭവം. ഓക്കെ, അപ്പോൾ ഓം നമ ശിവായ ചൊല്ലിയാലും ഓം ഗംഗണപതേ ചൊല്ലിയാലും അവസാനം അതങ്ങ് ചെന്നെത്തുന്നത് നാരായണനിലാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അതായത് നമ്മൾ മന്ത്രങ്ങൾ ചൊല്ലുന്നു, അതുതന്നെ പല രീതിയിലുണ്ട്. കോടിക്കണക്കിന് മന്ത്രങ്ങളാണ്. ഓക്കെ, കോടിക്കണക്കിന് മന്ത്രങ്ങളാണുള്ളത്. എല്ലാം കൂടെ നമുക്ക് ഒരു ജന്മം മുഴുക്കെ എഴുതി ചൊല്ലിയാലും എല്ലാ മന്ത്രങ്ങളും കൂടെ ചൊല്ലിത്തീർക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് സെലക്ട് ചെയ്ത് ഞാൻ കുറച്ച് ഇന്ന് രാവിലെ ഇട്ട ഒരു വീഡിയോയിൽ കുറേ മന്ത്രങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ജപശക്തി കൊണ്ട് എന്തിനേയും നേരിടാം എന്നാണ് പറയുന്നത്. അത് ഒരു ദിവസം ജപിച്ചെന്നും പറഞ്ഞൊന്നും നടക്കത്തില്ല, 1 വർഷം ജപിച്ചാലും നടക്കില്ല. ദശാബ്ദങ്ങൾ കൊണ്ട്. എൻ്റെ അച്ഛനും അമ്മയ്ക്ക് നിരീശ്വരവാദികളായതുകൊണ്ട് നമുക്കതൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ 17ാമത്തെ വയസ്സ് അവിടുന്ന് ഇവിടുന്നൊക്കെ ചവിട്ടം ഇടിയൊക്കെ കൊള്ളാൻ തുടങ്ങിയപ്പോൾ കുറേശ്ശെ ദൈവവിശ്വാസം തുടങ്ങി, നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ പറഞ്ഞ പോലെ. പിന്നെ ഇങ്ങോട്ട് കാര്യങ്ങളെല്ലാം ടോപ്പിൽ ലെവലിലെത്തി. ഒരു 30 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് ശരിയായ രീതിയിൽ, ശാസ്ത്രീയമായ രീതിയിലൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഇപ്പം 64 വയസ്സുണ്ട്. ഏതാണ്ട് 34 വർഷമായിട്ട് ശക്തമായ രീതിയിൽ ഭക്തരാണ്. ഓക്കെ, മന്ത്രങ്ങൾ ചൊല്ലുന്നു. പിന്നെ തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട, ക്ഷേത്രങ്ങളിൽ ഈ വഴിപാടിന് കൊടുക്കുന്ന പണമുണ്ടല്ലോ, അതും വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റാണ്. കാര്യം പുണ്യം, ഈശ്വരാധീനം ഉണ്ടെങ്കിൽ എന്തും നേടാം.
പണം മാത്രമല്ല, എല്ലാ തരത്തിലുള്ള സൗഭാഗ്യങ്ങളും നമ്മുടെ കയ്യിൽ വന്നു ചേരും. അപ്പോൾ ഞാൻ പറയുന്ന ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് മന്ത്രജപങ്ങൾ വഴി ജപശക്തി നേടുക. ഓക്കെ, ഏത് ബാങ്കിൽ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസിൽ, ലൈഫ് ഇൻഷുറൻസിലൊക്കെ ഓരോരുത്തർ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യല്ലെന്നല്ല പറഞ്ഞത്, തീർച്ചയായിട്ടും ഞാനും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ഇപ്പോൾ ഒരു പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ ഒരു യാത്ര പോയാണ്, കാറിലാണ് പോകുന്നതെന്ന് വെച്ചു, നമ്മൾ വലിയ മര്യാദക്കാരനായിട്ട് 30-ലും 40-ലും 50-ലും ഒക്കെ കാറ് ഡ്രൈവ് ചെയ്ത് വളരെ സൂക്ഷിച്ച്, അയ്യോ ആരും അന്ന് എന്നെ ഇടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ കാർ ഓടിച്ച് നമ്മൾ മര്യാദയ്ക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഒരുത്തൻ ഈ MDMAയോ അതോ ഇതോ ഒക്കെ അടിച്ച് കയറ്റി പിപ്പിരിയായിട്ട് അവനൊരു 100-120 രൂപ ഇടിച്ചങ്ങ് തകർത്ത് എടുത്ത് കളഞ്ഞാൽ തോന്നും. അപ്പോൾ അങ്ങനെ ഒരു വണ്ടി വരുമ്പോൾ നമുക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടോ, അല്ലെങ്കിൽ കോടിക്കണക്കിന് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നോ സ്വർണം മേടിച്ച് വെച്ചിട്ടുണ്ടെന്നോ ഒന്നും ഈ MDMAക്കാരന് അറിയാവുന്നില്ല. അവന് MDയും MA ഒക്കെ ഒരുമിച്ച് പാസ്സായവനാ. അവനൊരു നോട്ടവുമില്ല, ഒന്നും നോട്ടമില്ല. അവൻ നമ്മളെ പൊക്കി എടുത്ത് വെളിക്കളയും നാഷണൽ ഹൈവേയിലേക്കൂടെ പോകുമ്പോൾ. അപ്പോൾ ആ സമയത്ത് ഇത് വല്ല ഉപകരിക്കും. വീടും സ്ഥലവും ഉണ്ട്, ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, ലൈഫ് ഇൻഷുറൻസിലും ഹെൽത്ത് ഇൻഷുറൻസിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുണ്ട് ഇതുണ്ട് എല്ലാം ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഈ പറഞ്ഞ MDMA അറ്റാക്ക് വരുമ്പോൾ, MDMA ഒരുമിച്ച് പാസ്സായവന്മാരുടെ അറ്റാക്ക് വരുമ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളെ സഹായിക്കുമോ? ഇല്ല. ഞാൻ പലപ്പോഴും തമാശയായിട്ടും അല്പം ഗൗരവമായിട്ടും പറയുന്ന ഒരു കാര്യമുണ്ട്. ഏറ്റവും നല്ല ഡ്രൈവർ ആരാണ്? കണ്ണും അടച്ചുകൊണ്ട് കാറോടിക്കാൻ പറ്റുന്നവനാണ് യഥാർത്ഥ ഡ്രൈവർ. കാര്യം മനക്കണ്ണുകൊണ്ട്, കണ്ണടച്ചാലും മനക്കണ്ണുകൊണ്ട് അറിയാൻ പറ്റണം, ശബ്ദം കൊണ്ടല്ല. പുറകിൽ നിന്നോ മുമ്പിൽ നിന്നോ ഏതെങ്കിലും വലിയൊരു അപകടം വരാൻ പോകുന്നു നേരത്തെ കൂട്ടി അറിയാൻ പറ്റണം. അതിന് ആത്മീയത മാത്രമേ രക്ഷയുള്ളൂ. നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഓക്കെ, എൻ്റെ അനുഭവം ഞാൻ പറയാം, ആക്സിഡൻറ്റിൻ്റെ കാര്യമല്ല ഞാൻ പറയാം. എന്ത് നെഗറ്റീവായിട്ടുള്ള ഒരു സംഭവം നടക്കാൻ പോകുന്നുണ്ടോ, മണിക്കൂറുകൾക്ക് മുമ്പേ തന്നെ എൻ്റെ മനസ്സിൽ കാരണമില്ലാതെ ഒരു വേവലാതി ഉണ്ടാവും. സാധാരണ ഉണ്ടാകാറുണ്ട് അങ്ങനെ. അതായത് സിക്സ്ത് സെൻസ് നമുക്കെല്ലാവർക്കും ഉണ്ട്, എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ട്. ആറാം ഇന്ദ്രിയം, ആകെ പഞ്ചേന്ദ്രിയങ്ങളാണ് ഉള്ളത്, പക്ഷേ ആറാമത്തെ ഒരു ഇന്ദ്രിയമുണ്ട്. കാര്യങ്ങൾ, സംഭവങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ട്. ചിലർക്ക് ഇച്ചിരി കൂടുതലായിരിക്കും. അത് കൂട്ടാൻ, ആ സിക്സ്ത് സെൻസ് കൂട്ടാൻ, അപകടങ്ങളെ മുൻകൂട്ടി അറിയാൻ നമുക്ക് ജപശക്തി, പുണ്യങ്ങൾ ചെയ്തതിൻ്റെ പുണ്യങ്ങളുടെ ശക്തി, പിന്നെ കണ്ട അമ്പലങ്ങളിലെല്ലാം എല്ലാ തരത്തിലും വഴിപാടുകൾ വഴി ഇൻവെസ്റ്റ് ചെയ്ത് നേടിയ പുണ്യം. അതിന് പലിശയൊന്നും കിട്ടത്തില്ല, മറിച്ച് പലിശയായിട്ട് പുണ്യമാണ് കിട്ടുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു മറ്റൊരു രൂപമാണ് ഈ സിക്സ്ത് സെൻസ് അഥവാ ആറാം ഇന്ദ്രിയം കൊണ്ട് നമ്മൾ സംഭവിക്കാൻ പോകുന്ന ഒരു ദുരന്തത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയാൻ പറ്റുന്ന ഒരു ആ സിക്സ്ത് സെൻസ് എന്ന് പറയാം. അപ്പോൾ അതെല്ലാം തന്നെ നേടാൻ ബാങ്ക് ഡെപ്പോസിറ്റിനോ സ്വർണത്തിനോ ഓഹരിക്കോ
റിയൽ എസ്റ്റേറ്റിനോ അങ്ങനെയുള്ളതിനൊന്നും സംഭവമില്ല. അത് വെറും പണത്തിൻ്റെ, അത് തന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ അതൊന്നും കിട്ടത്തുമില്ല. പണമായിട്ട് തന്നെ കിട്ടത്തില്ല, വലിയ പാടാണ്. ഓക്കെ, ഈ സ്വർണം തന്നെ വിൽക്കാൻ ചെല്ലുമ്പോൾ സ്വർണ്ണക്കടക്കാരൻ പറയും നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച വാ സാറേ എന്ന് പറയും. സാറിന് അങ്ങ് മേടിക്കുക, എന്നിട്ട് അവർ ഇട്ട് കലക്കി അതിൻ്റെ സത്തല്ല ഊറ്റിയെടുത്തതിന് ശേഷം എന്തെങ്കിലും ചില്ലറ തരും. അതുപോലല്ല എം എയും പാസ്സായ ഒരുത്തം വെച്ച് താങ്ങി മരണോപ്രാണത്തോടെ കാർ ഓടിച്ച് വന്ന് നമ്മുടെ കാറിൽ പൊക്കിയെടുത്തിരിക്കുന്നത്. അതൊക്കെ മുൻകൂട്ടി അറിയാൻ ആറാം ഇന്ദ്രിയം, അതിൻ്റെ മറ്റൊരു രൂപമാണ് ദൈവാധീനം. ദൈവാധീനം വർദ്ധിപ്പിക്കുക, പുണ്യം ചെയ്ത് ദൈവാധീനം നേടുക, അതാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, നമുക്ക് ഈ അപ്രതീക്ഷിതമായിട്ട് വരുന്ന ഈ MDMA എന്നൊക്കെ രക്ഷപ്പെടാൻ അതേ മാർഗമുള്ളൂ. അല്ലാതെ ബാങ്കിലൊക്കെ കാശുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. റിയൽ എസ്റ്റേറ്റ്, വീട് 3000 സ്ക്വയർ ഫീറ്റ് വീട്, 2-3 കാറ്, പിന്നെ കാടിന് കണ്ട സ്ഥലത്തെല്ലാം വസ്തുക്കൾ ഒക്കെ കിടന്നിട്ടൊരു കാര്യമില്ല. പുണ്യം ഉണ്ടെങ്കിൽ കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടു പോകത്തുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻ്റ് എന്താണ്? ഏറ്റവും നല്ല സമ്പാദ്യം എന്താണ്? പുണ്യമാണ് ഏറ്റവും വലിയ സമ്പാദ്യം. ഓക്കെ, ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപശക്തി നേടുക, അതിന് മന്ത്രങ്ങൾ ചൊല്ലുക, 16 മണിക്കൂർ മന്ത്രം ചൊല്ലുക. ഓം നമഃ ശിവായ, ഓം നമോ നാരായണായ, ഇതൊക്കെ അങ്ങോട്ട് ചൊല്ലി തകർക്കുക. എത്രത്തോളം മന്ത്രങ്ങൾ ചൊല്ലാവോ അത്രത്തോളം മന്ത്രങ്ങൾ ചൊല്ലിയാൽ അത്രത്തോളം ജപശക്തി നമുക്ക് കിട്ടും. അതുവഴി മറ്റൊന്നിനും തടയാൻ പറ്റാത്ത ദുരന്തങ്ങളെ നമുക്ക് മറികടക്കാൻ പറ്റും. ഓക്കെ, ഞാൻ നീട്ടുന്നില്ല. അപ്പോൾ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തോളൂ, ജപശക്തി നേടുക. ഓക്കെ, എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.